കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൃദ്രോഗ ലക്ഷണങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു. ഇന്ന് ഹാർട്ട് അറ്റാക്കിൻ്റെയും എൻജൈനയുടെയും ചികിത്സാ രീതികളെപ്പറ്റി ചർച്ച ചെയ്യാം. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹൃദ്രോഗത്തിന് കാര്യമായ ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല. ഹാർട്ട് അറ്റാക്കായിട്ട് ഒരാൾ വന്നാൽ ഡോക്ടർ പറയും ഹാർട്ട് അറ്റാക്കാണ്, ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ല, കൊഴുപ്പ് പാടില്ല, സിഗരറ്റ് പാടില്ല, നടക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അങ്ങനെ പാടില്ലാത്തതിൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് രോഗിയെ ഏൽപ്പിച്ച് രോഗിയെ ഒന്നും കൊള്ളാത്ത ഒരാളായി മാറ്റിയെടുത്ത് ഒരു മൂലക്കാക്കുന്നതായിരുന്നു അന്നത്തെ ചികിത്സാ രീതി. അതിന് പ്രധാനമായും കാരണങ്ങൾ അന്ന് ഇന്നുള്ളത് പോലുള്ള മരുന്നുകളോ ചികിത്സാ രീതികളോ രോഗം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനെയാണ് അന്ന് കൺസർവേറ്റീവ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് 1960കളിൽ ബൈപ്പാസ് ഓപ്പറേഷനും പിന്നീട് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റുകളും നിലവിൽ വന്നു. ഇത് വന്നപ്പോൾ ഡോക്ടർമാർക്കും രോഗികൾക്കും രോഗികളുടെ ബന്ധുക്കൾക്കും വളരെയധികം സന്തോഷമുണ്ടായി. ഇനി ഹാർട്ട് അറ്റാക്കോ ഹാർട്ടിന് അസുഖം ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ കൊണ്ടിട്ട് എല്ലാം ശരിയാക്കി കളയാം. പക്ഷേ ഈ സന്തോഷം കുറച്ച് നാളെ നീണ്ടു നിന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ബൈപ്പാസ് ഓപ്പറേഷനും ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റുകളും മരണങ്ങൾ കുറക്കുന്നില്ല, ഹാർട്ട് അറ്റാക്ക് തടയുന്നില്ല, കോംപ്ലിക്കേഷൻസ് കുറക്കുന്നില്ല. ആകെ ഉണ്ടാവുന്നത് കുറച്ച് നാളത്തേക്ക് രോഗിക്കും കുടുംബക്കാർക്കും വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാവും. ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയൊന്നും വരില്ല. അതുകൊണ്ട് ഒരു ധൈര്യവും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇതുകൊണ്ട് വിചാരിച്ചത്ര പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ അറിയാം ബൈപ്പാസ് ഓപ്പറേഷൻ എന്താണെന്ന്? ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് രക്തം ഓടുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രക്തം വരില്ല. അപ്പോൾ ഈ ഭാഗത്തേക്ക് രക്തം ഉണ്ടാവില്ല, രക്ത ഓട്ടം ഉണ്ടാവില്ല. അതാണ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബൈപ്പാസ് ഓപ്പറേഷനിൽ ഈ ബ്ലോക്കിന് ഒന്നും ചെയ്യുന്നില്ല, ബ്ലോക്ക് അവിടെ തന്നെ കിടക്കും. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കും, ഒരു ട്യൂബ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ ട്യൂബ് കൂടെ ഇവിടത്തേക്ക് രക്തം എത്തിപ്പെടും. അതിനെയാണ് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൈപ്പ് നിങ്ങളുടെ കാലിൽ നിന്ന് രക്തം മുകളോട്ട് കൊണ്ടുവരുന്ന ഒരു രക്തക്കുഴലുണ്ട്. അതിൻ്റെ പേരാണ് ഗ്രേറ്റ് സഫിനസ് വെയിൻ അല്ലെങ്കിൽ ലോങ് സഫിനസ് വെയിൻ. ചിലർ നിന്ന് കഴിഞ്ഞ് ഇങ്ങനെ നോക്കിയാൽ കാണാം കാലിൻ്റെ ഉൾഭാഗത്ത് ഒരു രക്തക്കുഴലുണ്ട്. അതാണ് മുറിച്ചെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബൈപ്പാസിന് വേണ്ടിയിട്ട്. ആ രക്തക്കുഴൽ ഉണ്ടാക്കിയിരിക്കുന്നത് 10 മില്ലിമീറ്റർ പ്രഷറിൽ പ്രവർത്തിക്കാനാണ് ആവറേജ്. അതിൻ്റെ ആ രക്തക്കുഴലിൻ്റെ വോൾ തിക്നെസ് വളരെ കുറവാണ്. കൂടുതൽ പ്രഷറൊന്നും അതിന് താങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ ഈ 10 മില്ലിമീറ്റർ പ്രഷർ താങ്ങാവുന്ന ട്യൂബ് എടുത്തിട്ട് 140 മില്ലിമീറ്റർ പ്രഷർ സിസ്റ്റത്തിൽ ഇട്ട് കൊടുത്താൽ എന്ത് പറ്റും? പൈപ്പ് കുംഭകോണത്തിൽ പൈപ്പുകൾക്ക് എന്ത് പറ്റി? അത് തന്നെ ഉണ്ടാവും. കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു മന്ത്രി ഒരുപാട് പൈപ്പുകൾ മേടിച്ചങ്ങനെ റോഡ് സൈഡിൽ കൂട്ടിയിട്ടു. എന്ത് ഇനി പൈപ്പ് ഇനി മാർക്കറ്റിൽ കിട്ടില്ലെന്ന് പറഞ്ഞിട്ടാ? അല്ല, പൈപ്പിൻ്റെ ഫാക്ടറി പൂട്ടിയെന്ന് പറഞ്ഞിട്ടല്ല. വളരെ കൂടുതൽ കൈക്കൂലി മേടിച്ച് ചെയ്തതാ. വളരെ മോശപ്പെട്ട പൈപ്പ്. അടുത്ത മന്ത്രിസഭ വന്നു, ആ പൈപ്പ് ഉപയോഗിച്ചപ്പോൾ എല്ലാ പൈപ്പുകളും കേടായി. അതുപോലെ തന്നെയാണ് ബൈപ്പാസിന് ഉപയോഗിക്കുന്ന ഈ ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് എടുത്തിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വേഗത്തിൽ കേടാവും. അപ്പോൾ ഇട്ട പൈപ്പ് തന്നെ കേടാവും. അപ്പോൾ അതിനാണ് പിന്നീട് എന്താ പ്രതിവിധി എന്ന നിലക്ക് വേറെ ടൈപ്പ് പൈപ്പ് എവിടെന്നെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ, ട്യൂബ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കിയത്. ബൈപ്പാസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ
കോഴിക്കോട് പട്ടണത്തിൽ 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ട്രാഫിക് ജാം വന്ന് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഒരു ചെറിയൊരു ബൈപ്പാസ് ഉണ്ടാക്കി. നല്ലിടത്തുനിന്ന് വെസ്റ്റ് ഹിൽ വരെ മിനി ബൈപ്പാസ് 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് അതുണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ അതിൽ കൂടി വണ്ടി ഓടിച്ച് പോകാമായിരുന്നു, ഒരു ബ്ലോക്കും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ സ്ഥിതി എന്താ? ആ ബൈപ്പാസിൽ മിംസ് ഹോസ്പിറ്റലിന് മുമ്പിൽ ബ്ലോക്കാണ്, ബേബി ഹോസ്പിറ്റലിന് മുമ്പിൽ ബ്ലോക്കാണ്, എറഞ്ഞിപ്പാലം ജംഗ്ഷനിൽ ബ്ലോക്കാണ്, പാസ്പോർട്ട് ഓഫീസിന് മുമ്പിൽ ബ്ലോക്കാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ബൈപ്പാസ് ഉണ്ടാക്കിയാൽ. അതാണിപ്പോൾ പുതിയ വലിയൊരു ബൈപ്പാസ് വന്നിരിക്കുന്നത്, രാമനാട്ടുകരയിൽ നിന്ന് എലത്തൂർ വരെ. അതിലും തിരക്കായി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ അതുമൊക്കെ ബ്ലോക്കാവും. അതുതന്നെയാണ് നിങ്ങൾക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്താലും സംഭവിക്കുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈപ്പാസിന് ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ മോശപ്പെട്ട പൈപ്പിന് പകരം വേറെ ഏതെങ്കിലും പൈപ്പ് കിട്ടുമോ എന്ന് ഡോക്ടർമാരും സർജൻസും ഒക്കെ ആലോചിച്ച് ഇവിടെ 2 രക്തക്കുഴലുകളുണ്ട്, ആർട്ടറീസ്. മറ്റത് വെയിനാണ് കാലിൽ നിന്ന് എടുക്കുന്നത്. ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തം പുറത്തോട്ട് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ്. അത് 140 മില്ലിമീറ്റർ പ്രഷർ താങ്ങാനുള്ള ശക്തിയോട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇവിടെ 2 രക്തക്കുഴലുകളുണ്ട്. ഇൻറ്റേർണൽ മാമറി ആർട്ടറി അല്ലെങ്കിൽ ഇൻറ്റേർണൽ തൊറാസിക് ആർട്ടറി എന്ന് പറയും. അത് പ്രധാനമായിട്ടും മുലകൾക്കാണ് രക്തം കൊണ്ടുപോവുക. അപ്പം അതുകൊണ്ട് അത് പുരുഷന്മാരുടെ ആവശ്യമില്ല, സ്ത്രീകളിലും ഒരു പ്രായം കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതെടുത്തിട്ട് ഉപയോഗിക്കാം. അത് പക്ഷേ 2 എണ്ണം ഉണ്ടെങ്കിലും ഒരെണ്ണം ചെറുതായിരിക്കും, ഒരെണ്ണത്തിന് ബെൻഡുണ്ടാവും. അവ 2-ൽ 1 എണ്ണം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 4 ബ്ലോക്ക് ഉണ്ടെങ്കിൽ 1 ബ്ലോക്കിന് ഇത് ഉപയോഗിക്കാം, ഇൻറ്റേർണൽ മാമറി ആർട്ടറി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റത് 2-3 കൊല്ലം നിൽക്കുകയാണെങ്കിൽ ഇത് 4-5 കൊല്ലം നിൽക്കും, കൂടുതൽ കാലം നീണ്ടു നിൽക്കും. പക്ഷെ അത് 1 എണ്ണമല്ലേ ഉള്ളൂ. ഈ കൈ വളരെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് ദൈവം ഈ കൈകൾക്ക് 2 രക്തക്കുഴലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും. റേഡിയൽ ആർട്ടറി, അൾനാർ ആർട്ടറി 2 ഉള്ളതുകൊണ്ട് 2-ൽ 1 എണ്ണം എടുക്കാൻ സാധിക്കും. പക്ഷേ 2 കൈൻ്റെതും എടുക്കില്ല. സാധാരണയായിട്ട് ഇടത്തെ കൈൻ്റെ റേഡിയൽ ആർട്ടറി ഉപയോഗിക്കാം. എന്നാലും 2 എണ്ണേ ആയുള്ളൂ. ഇപ്പോൾ ഒന്ന് ഇവിടുന്നും ഒന്ന് ഇവിടുന്നും. വയറ്റിലൊന്ന് 2 രക്തക്കുഴലുകളുണ്ട്, ഗാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി ആൻഡ് ഇൻഫീരിയർ എപ്പിഗാസ്ട്രിക് ആർട്ടറി. ഇതും ഉപയോഗിക്കാൻ സാധിക്കും. ഈ ആർട്ടീരിയൽ ഗ്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ആർട്ടീരിയൽ കോൺഡ്യൂട്ട്സ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഈ വീനസ് ഗ്രാഫ്റ്റിനേക്കാൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കും. എന്നാലും ഇതെല്ലാം തന്നെ ഒരു ഫെയിലിയറായിട്ടാണ്, പരാജയമായിട്ടാണ് ഇന്ന് കാണപ്പെടുന്നത്. മനസ്സിലായല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് അറ്റാക്കുകൾ തടയില്ല എന്നത്. അതിന് കാരണങ്ങളുണ്ട്. സാധാരണ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് ഒരു 50-40 അടഞ്ഞു പോയ രക്തക്കുഴലിൻ്റെ മോൾ ഭാഗത്ത് ഒരു പൊട്ടലുണ്ടായി പെട്ടെന്ന് രക്തം കട്ട കെട്ടിയിട്ടാണ്. ഇന്നത്തെ അറിവനുസരിച്ചിട്ട് 80-90 ഉള്ള ബ്ലോക്കുകൾ പഴയ ബ്ലോക്കുകളാണ്. അതിൻ്റെ മോൾ ഭാഗം കുറച്ച് കട്ടിയായിട്ടുണ്ടാവും, അതുകൊണ്ട് അത് വേഗത്തിൽ പൊട്ടൂല. 30-40 ഉള്ളത് പുതിയ ബ്ലോക്കുകളാണ്, അതിൻ്റെ മോൾ ഭാഗം സോഫ്റ്റാണ്, അത് പൊട്ടും. അതുകൊണ്ട് ഇന്ന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നത് 90 ഉള്ളത് 100ആയിട്ടല്ല, 40-30 ഉള്ളത് 100ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ബൈപ്പാസിന് ശേഷം ചെയ്യാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ചെയ്യാതെ വിട്ടുപോയ 30-40 ഉള്ളത് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക. അതുകൊണ്ടിട്ടാണ് ചിലർക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ഒരാഴ്ച കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, 1 മാസം കഴിയുമ്പോൾ ഉണ്ടായി, 1 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടായി, 2 കൊല്ലം ഉണ്ട്. അതുകൊണ്ട് ഇത് ഹാർട്ട് അറ്റാക്കിനെ കാര്യമായിട്ട് തടയുന്നില്ല, കുറക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അറിവ്. ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കോഴിക്കോട് പട്ടണത്തിൽ വലിയൊരു ബിസിനസ്സുകാരനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും ഇതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് പിന്നെയും ക്ലാസ്സിൽ ആവർത്തിക്കുന്നതാണല്ലോ. 10-17-18 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഈ ആശുപത്രിയിൽ കിടന്നു. 10 ദിവസം കിടന്നു, ഡിസ്ചാർജ് ചെയ്ത് പോയി. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വേദനയുമായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളതുപോലെ അറിവുകളോ ചികിത്സാരീതികളോ മരുന്നോ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മദ്രാസിൽ പോയി ഒരു ആൻജിയോഗ്രാം എടുത്തിട്ട് വാ.
അദ്ദേഹം മദ്രാസിൽ പോയി. അവർ ആൻജിയോഗ്രാം ചെയ്തു. അവർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ വേണമെന്ന്. അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒക്കെ സുഖമായി. അദ്ദേഹം ഇങ്ങോട്ട് പോന്നു. മദ്രാസ് മംഗലാപുരം മെയിലിൽ കയറി ഇങ്ങോട്ട് പോന്നു. മെയിൽ ഫെറോക്ക് സ്റ്റേഷനിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടായി. അവിടെ ഇറങ്ങിയിട്ട് കോയാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു 9 മണിയാകുമ്പോൾ കോയ എന്നെ വിളിച്ച് പറഞ്ഞു, അല്ല നമ്മളെ സുഹൃത്ത് ഇന്ന ആൾ മദ്രാസിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്കാണ്, എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങേക്ക് വിട്ടേക്ക്, ഇവിടെ വന്നേക്ക്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ 10 ദിവസം കിടന്നു, സുഖമായി, ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹം അടുത്ത ദിവസം മദ്രാസിൽ പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ മദ്രാസിൽ പോയിരുന്നു, അവരെന്നെ നോക്കിയിട്ട് പറഞ്ഞു ഒരു ബൈപ്പാസും കൂടി ചെയ്ത് കളയാം. ആദ്യത്തെ ബൈപ്പാസ് കഴിഞ്ഞിട്ട് 3 ആഴ്ചയെ ആയിട്ടുള്ളൂ. എന്നിട്ട് രണ്ടാമതൊരു ബൈപ്പാസും കൂടി ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അടുത്ത് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാണ്. ഇനി ഡോക്ടറൊന്നും വിചാരിക്കരുത്, ഡോക്ടറുടെ അടുത്ത് ഇനി ഞാൻ വരില്ല, അവരുടെ അടുത്തും പോകില്ല, വേറെ എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്ന്. നമ്മൾ ചികിത്സ ചെയ്ത് രണ്ടാമത്തെ ഓപ്പറേഷൻ 3 ആഴ്ചൻ്റെ ഉള്ളിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ ശരിയില്ലല്ലോ. അദ്ദേഹം വിചാരിക്കുന്നതിൽ അത് തെറ്റുമില്ല. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് പോയി പ്രകൃതി ചികിത്സക്ക് പോയി. ഒരു 10 കിലോ തൂക്കം അങ്ങോട്ട് കുറച്ചു. അസുഖം പൂർണ്ണമായിട്ട് മാറി. യാതൊരു തകരാറുമില്ല. അടുത്ത 5-8 കൊല്ലങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ 5-8 കൊല്ലം കഴിയുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കൂലേ. ഒരു 5-8 കിലോ തൂക്കം അങ്ങോട്ട് കൂടി. എനിക്കെല്ലാം സുഖമായിരിക്കണം, ഇനി എന്ത് വേഗം ആവാമെന്നാണല്ലോ പിന്നെ വിചാരിക്കുക. കൂടിയപ്പോൾ നെഞ്ചുവേദന ഉണ്ടായി. അദ്ദേഹം എൻ്റെ അടുത്ത് വരില്ല എന്ന് പറഞ്ഞ് പോയതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നില്ല. അടുത്തുള്ള വേറൊരു ആശുപത്രിയിൽ പോയി. അന്ന് വൈകുന്നേരം അദ്ദേഹം എന്നെ ടെലിഫോൺ ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒന്നും കൂടി വേദന ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോയിരുന്നു, അവർ നോക്കിയിട്ട് പറഞ്ഞു നാളെ അഡ്മിറ്റ് ചെയ്യാം, മറ്റന്നാൾ ആൻജിയോഗ്രാം ചെയ്യാം, എൻ്റെ പിറ്റന്നാൾ ഓപ്പറേഷൻ ചെയ്യാം, അതുകൊണ്ട് ഡോക്ടറെ അടുത്ത് വന്നാൽ എന്തെങ്കിലും പറ്റുമോ. ഞാൻ പറഞ്ഞു നാളെ നിങ്ങൾ എല്ലാ റെക്കോർഡ്സുമായിട്ട് വന്നോളൂ. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു 4-5 കിലോ തൂക്കം കുറഞ്ഞു. അസുഖമൊക്കെ മാറി. അടുത്ത 5 കൊല്ലത്തേക്ക് യാതൊരു തകരാറും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ 2 കൊല്ലത്തിന് മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 3 ആഴ്ചത്തേക്ക് ഓസ്ട്രേലിയയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ചെറിയ വേദന ഉണ്ടായി. നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിടിച്ചൊരാശുപത്രിയിൽ കൊണ്ടുപോയി പിടിച്ചു വെച്ചിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കൊടുത്തു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു മാപ്പാക്കണം ഡോക്ടറെ, ഞാനല്ല ഇതിന് ഉത്തരവാദി, നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എന്നെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. ഇവിടെ അങ്ങനെയാണല്ലോ, പുതിയൊരു സംഗതിയുണ്ട്, ഇന്നലെ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നൊരു പരിപാടിയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 1-2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി എൻ്റെ അടുത്ത് വരും, അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അപ്പം അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഏത് നേരവും വേണമെങ്കിലും, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഏത് നേരം വേണമെങ്കിലും ഹാർട്ട് അറ്റാക്കും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാകുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സോ ബൈപ്പാസ് ഇങ്ങനെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ 1977 ആദ്യമായിട്ട് ജർമ്മൻകാരനായ സ്വിറ്റ്സർലാൻഡിലെ സൂറിക് പട്ടണത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ആൻഡ്രിയാസ് ഗ്രൂൺസിങ് എന്ന ആൾ ആൻജിയോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ബലൂൺ ഘടിപ്പിച്ച് അത് മുകളോട്ട് കൊണ്ടുപോയി ബ്ലോക്കിൻ്റെ അവിടെ ആ ബലൂൺ വെച്ചിട്ട് ബലൂൺ വികസിപ്പിച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് മാറ്റാമെന്ന് ലോകത്തിന് ആദ്യമായി കാണിച്ചത്. അത് വളരെ വേഗത്തിൽ ലോകത്തിന് എല്ലാ ഭാഗത്തും ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് PTCA ഇല്ലെങ്കിൽ കോറണറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അത് വന്നപ്പോഴും വളരെയധികം സന്തോഷമുണ്ടായി. പക്ഷേ അത് കുറച്ച് നാളെ നീണ്ടു നിന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതും അടഞ്ഞു പോകും. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനേ ഉള്ളൂ. ഒരു ബലൂൺ ഊതി വീർപ്പിച്ചു, വലുതായി, ഊതുന്ന നിർത്തിക്കളയുമ്പോൾ എന്ത് പറ്റും? ആ ബലൂൺ കൊളാപ്സ് ചെയ്യും. അതുപോലെ തന്നെയാണ് ബലൂൺ വെച്ചിട്ട് ഇത് വലുതായി, ഇതെടുത്ത് കഴിയുമ്പോൾ തന്നെ 30% ഫുള്ളായിട്ട് അടഞ്ഞു പോകും. ബാക്കിയുള്ളത് മെല്ലെ മെല്ലെ അടയും. അപ്പം അതുകൊണ്ട് ഇതും കോംപ്ലിക്കേഷൻസ് കുറക്കുന്നില്ല, ഇതും കാര്യമായ ഫലപ്രദമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് അടഞ്ഞു പോകാനുള്ള മാർഗ്ഗങ്ങൾ എന്താ എന്ന് പരിശോധിച്ച് അങ്ങനെയാണ് 1983 സ്റ്റെൻറ്റ് എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ വന്നത്. സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പ്രിങ് പോലത്തെ സാധനമാണ്.
അപ്പോൾ ബലൂൺ വെച്ചിട്ട് ഇത് വലുതാക്കി ആ സ്പ്രിങ് പോലത്തെ സാധനം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടക്കൂലല്ലോ, അടഞ്ഞ് അതിനുള്ള സാധ്യതയില്ല എന്നാണ് ലോജിക്കലി എല്ലാവരും മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളിവിടെ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കോൺക്രീറ്റ് വീഴാതിരിക്കാൻ ഒരു സ്കെഫോൾഡിങ് വെക്കും. അതുപോലെയാണ്, അതിന് തുല്യമാണ് ഈ സ്റ്റെൻറ്റ് എന്ന് പറയുന്ന സാധനം, ഒരു സ്കെഫോൾഡിങ്ങിന് തുല്യമാണ്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതും അടഞ്ഞു പോകുന്നു, ഞാൻ രക്ഷയില്ല. അങ്ങനെയാണ് പിന്നീട് ഡ്രഗ് എലിയോട്ടിങ് സ്റ്റെൻറ്റ്സ്, മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റുകൾ, മുന്തിയ സ്റ്റെൻറ്റുകൾ മാർക്കറ്റിൽ വന്നു. അത് വന്നപ്പോഴും ആളുകൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഇനി ഈ മുന്തിയ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടയേയില്ല. പറഞ്ഞാൽ മുന്തിയ സ്റ്റെൻറ്റിൽ മരുന്ന് പുരട്ടിയിട്ടുണ്ട്, അത് ഇത് വെച്ച് കഴിഞ്ഞാൽ അത് മരുന്നിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടിട്ട് അവിടെ രക്തം കട്ട് കിട്ടൂല, എൻഡോത്തീനും ഗ്രോ ചെയ്യൂല, അപ്പോൾ വേഗം അടയില്ല. അങ്ങനെ വിചാരിച്ചു. അത് വന്നപ്പോൾ ആളുകൾ വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായി, ഇനി അടയില്ല എന്ന്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതും അടയും. 2006 സെപ്റ്റംബർ മാസത്തിൽ സ്പെയിനിലെ ബാർസലോനയിൽ ലോക ഹൃദ്രോഗ വിദഗ്ധന്മാരുടെ സമ്മേളനം ഉണ്ടായിരുന്നു. ദി വേൾഡ് കോൺഗ്രസ് ഓഫ് കാർഡിയോളജി. 140 രാഷ്ട്രങ്ങളിലായി 36,000 പ്രഗത്ഭരായ ഡോക്ടർമാർ സമ്മേളിച്ചിരുന്നു. അവിടെ ഇതേ സ്വിറ്റ്സർലൻഡിൽ നിന്ന് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അതിൽ പറഞ്ഞു, നാട്ടിൽ മുഴുവനും ഈ മുന്തിയ സ്റ്റെൻറ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വേണ്ട ഇൻഡിക്കേഷനും വേണ്ടാതെ ഇൻഡിക്കേഷനും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ഉപയോഗിച്ച ആളുകളാണ് കൂടുതൽ മരണമടയുന്നത്, അല്ലാതെ സാധാരണ പഴയ ബാർമെറ്റൽ സ്റ്റെൻറ്റ് ഉപയോഗിച്ചാലല്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിന് കാരണം ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആ കാലത്ത് സാധാരണ സ്റ്റെൻറ്റിന് 40,000 രൂപയായിരുന്നു വില. മരുന്ന് പുരട്ടിയ ഡ്രഗ് എല്യൂട്ടിങ് സ്റ്റെൻസിന് 2 ലക്ഷം രൂപ, 5 ഇരട്ടിയാണ്. നിങ്ങളൊരു 5 സ്റ്റെൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ അകത്ത് 10 ലക്ഷം രൂപയും വെച്ച് നടക്കാം. നമ്മുടെ നാട്ടിൽ മാന്യതയുടെ ഗ്രേഡ് നല്ലോണം കൂടും. 10 ലക്ഷം രൂപയുടെ സ്റ്റെൻറ്റ് ഹാർട്ടിൻ്റെ അകത്ത് വെച്ച് നടക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ മാന്യനായി മാറും. നമ്മുടെ നാട്ടിൽ പണ്ട് മാന്യതയ്ക്ക് പല മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ സ്വർണ്ണപ്പല്ല് വെച്ച് നടക്കുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് പല്ല് കാണിക്കും ഇങ്ങനെ ചിരിച്ചിട്ട്. എന്തിന്? എനിക്ക് സ്വർണ്ണപ്പല്ലുണ്ടെന്ന് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ, സ്വർണ്ണപ്പല്ല് വെച്ചവനെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ മാന്യനായിരുന്നു അന്ന്. ഇന്ന് 5 ഡ്രഗ് എല്യൂട്ടിങ് സ്റ്റെൻറ്റ് വെച്ച് നടക്കുന്നവനാണ് ഏറ്റവും വലിയ മാന്യൻ. സ്വർണ്ണപ്പല്ല് വെച്ചവൻ മാന്യനാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് സ്റ്റെൻറ്റ് ഇടുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നതിന് മുമ്പ് തന്നെ സമ്മതിക്കുന്ന ആളുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ സ്റ്റെൻറ്റിന് 40,000, മുന്തിയ സ്റ്റെൻറ്റിന് 2 ലക്ഷം. 2 ലക്ഷത്തിൻ്റെ കമ്മീഷൻ 40,000-ൻ്റെ കമ്മീഷനേക്കാൾ 5 ഇരട്ടിയാണ്. ആർക്കാ പൊളിക്കുക? അപ്പോൾ അതുകൊണ്ട് ഇടുന്ന ആളുകൾക്കും ഇടുന്ന ആശുപത്രികൾക്കും ഈ മുന്തിയത് ഇടാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഏത് ബിസിനസ് ചെയ്താലും എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടണം. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവർക്കും ഈ മുന്തിയത് ഇട്ട് തരും, ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതാണ് ലോകത്തിലെ എല്ലാ ഭാഗത്തും, ഇന്ത്യയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ഭൂരിപക്ഷ ആശുപത്രികളിലും അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റും ബൈപ്പാസും ഇതൊക്കെ തന്നെ വേണ്ടത്ര ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൊല്ലങ്ങളായിട്ട് ഒരുപാട് ഡോക്ടർമാർ ഇതിന് വേറെ എന്തെങ്കിലും ചികിത്സ സാധിക്കുമോ എന്നുള്ളത് പരിശോധിച്ച് വരികയായിരുന്നു. അങ്ങനെയാണ് 1983 അമേരിക്കയിലെ ഡീൻ ഓർണിഷ് എന്ന പ്രഗത്ഭനായ ഹൃദ്രോഗ വിദഗ്ധൻ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, വ്യായാമം ചെയ്ത്, തൂക്കം കുറച്ച്, പുകയിലയുടെ ഉപയോഗം കുറച്ച് മുന്നോട്ട് നീങ്ങിയാൽ അടഞ്ഞു പോയ രക്തക്കുഴലുകൾ തുറന്നു കിട്ടുമെന്നുള്ളത് കൃത്യമായി ലോകത്തിന് അറിയിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ തൂക്കം കുറച്ച്, ഭക്ഷണം കുറച്ച്, വ്യായാമം ചെയ്താൽ അടഞ്ഞു പോയ രക്തക്കുഴലുകൾ തുറന്നു കിട്ടും എന്നുള്ളതിനുള്ള തെളിവുകൾ 90 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ ഇന്നും മെഡിക്കൽ കോളേജിലും വലിയ വലിയ ആശുപത്രികളിലും നിങ്ങളുടെ അടുത്ത് പറയും, എടോ തൻ്റെ 3 അടഞ്ഞിട്ടുണ്ട്, ഇത് തുറന്നു കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല എന്ന്.
അതൊരു പച്ചക്കള്ളമാണ്. അത്രയും വലിയൊരു അസത്യമാണ്. ഒന്നാം മഹായുദ്ധകാലത്ത് എന്നായിരുന്നു ഈ ഒന്നാം മഹായുദ്ധം? When was the first World War? Yes? 1939. അയ്യോ, അത് നിങ്ങൾ വളരെ അങ്ങോട്ട് പോയി. യെസ്, 1914 18 വരെ, 1914 to 18. ഒന്നാം മഹായുദ്ധകാലത്ത് യുദ്ധത്തിന് പോയ ചെറുപ്പക്കാരായ പട്ടാളക്കാർ, 40 വയസ്സുള്ള പട്ടാളക്കാർ, വെടികൊണ്ട് ഏതായാലും വെടികൊണ്ടാൽ പിന്നെ മരണമടയാതിരിക്കില്ലല്ലോ, അങ്ങനെയുള്ള ആളുകളെ പോസ്റ്റ്മോർട്ടം ചെയ്തു. അവരുടെ നെഞ്ഞ് തുറന്ന് ഹൃദയം മുറിച്ച് രക്തക്കുഴലുകൾ തുറന്നു നോക്കിയപ്പോൾ ഭൂരിപക്ഷ ആളുകൾക്കും അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കുള്ളതായിട്ടാണ് കണ്ടത്. യുദ്ധത്തിൽ എല്ലാവരും മരണമടയില്ല, ചിലർ പിടിക്കപ്പെടും. അങ്ങനെ യുദ്ധകാലത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ വാർ ക്യാമ്പുകളിലായിരിക്കും, ജയിലുകളിൽ. അങ്ങനെ വാർ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടില്ല, അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെയുള്ള ആളുകൾ 6 മാസം കൊണ്ട് 10-20 കിലോ തൂക്കം കുറയും. നിങ്ങൾ പോളണ്ടിലെ ക്രക്കോവിൻ്റെ അടുത്തുള്ള ആഷ്വിക് എന്ന് പറഞ്ഞ നമ്മളെ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ മ്യൂസിയത്തിൽ പോയാൽ അവിടെ കാണാം ആളുകളുടെ പടങ്ങൾ. ഒരു മാസം കൊണ്ടിട്ട് 20 കിലോ 25 കിലോ തൂക്കം കുറഞ്ഞ ആളുകളുടെ പടങ്ങൾ കാണാം. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ വാർ ക്യാമ്പിൽ ഒന്നാം മഹായുദ്ധത്തിൽ കിടന്ന ആളുകൾ ടൈഫോയിഡും കോളറയുമായിട്ട് മരണമടഞ്ഞു. 6 മാസം 1 കൊല്ലം കഴിയുമ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ ഒരാൾക്കും തന്നെ ബ്ലോക്കുകളില്ല, രക്തക്കുഴലുകൾ മുഴുവൻ ക്ലീനാ. എന്തു പറ്റി? പട്ടിണിയായി വ്യായാമം ചെയ്ത് 20 കിലോ തൂക്കം കുറഞ്ഞപ്പോൾ അടഞ്ഞ രക്തക്കുഴലുകളൊക്കെ തുറന്നുപോയി. അങ്ങനെ ആ ഇൻഡയറക്റ്റ് എവിഡൻസ് ഓൾമോസ്റ്റ് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്, പുതിയതൊന്നും അല്ല. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ പറയണത്. അടഞ്ഞു പോയാൽ പിന്നെ തുറന്നിട്ടില്ല കേട്ടോ. അത് അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഡയറക്റ്റായിട്ടുള്ള തെളിവുകളുണ്ട്. ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരും, ആൻജിയോഗ്രാം എടുത്ത് 90% ബ്ലോക്ക്, 100% ബ്ലോക്ക്, 80% ബ്ലോക്ക്. 6 മാസം 1 കൊല്ലം ഞങ്ങൾ ചികിത്സ എടുക്കും. അത് കഴിയുമ്പോൾ ബ്ലോക്ക് 100% ഉള്ളത് 60% ആയിട്ടും 60 ഉള്ളത് 30 ആയിട്ടും കാണാം. ഡയറക്റ്റ് എവിഡൻസ് ഇന്ന്. ഇത് ലോകത്തിൽ എല്ലായിടത്തും ഇത് കാണിച്ചു കഴിഞ്ഞു. ഇപ്പം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്, കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. 39 വയസ്സേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. 2010 അദ്ദേഹം ജദ്ദയിലുള്ളപ്പോൾ അദ്ദേഹത്തിന് നെഞ്ഞുവേദന ഉണ്ടായി. അവർ പറഞ്ഞു നാട്ടിൽ പോയിട്ട് ആൻജിയോഗ്രാം എടുത്തിട്ട് ചികിത്സിച്ചിട്ട് വന്നു. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നു. ഇവിടെ ഒരു ആശുപത്രിയിൽ നിന്ന് ആൻജിയോഗ്രാം എടുത്തു. ഒരു രക്തക്കുഴൽ 90% അടഞ്ഞിട്ടുണ്ട്, ഉടനെ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആലോചിച്ച് നമ്മുടെ അടുത്ത് വന്നു. ഇവിടെ 10 ദിവസം കിടന്നു. 10 ദിവസത്തിൽ 5 കിലോ തൂക്കം കുറഞ്ഞു. പിന്നെ കുറച്ച് നാളുമ്പോൾ പിന്നെയും 5 കിലോ തൂക്കം കുറഞ്ഞു. അങ്ങനെ 3 മാസം ഇവിടെ നാട്ടിൽ നിന്ന് ചികിത്സിച്ചു. പിന്നെ അദ്ദേഹം തിരിച്ച് ജദ്ദയിലോട്ട് പോയി. ഇപ്പം കഴിഞ്ഞ മാസം അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ പോയി ആൻജിയോഗ്രാം എടുത്തിട്ടാണ് വന്നത്. ആ ആൻജിയോഗ്രാമിൽ അദ്ദേഹത്തിന് 40% ബ്ലോക്കേ ഉള്ളൂ. 90% 2 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്നത് ഇപ്പോൾ 40%. അദ്ദേഹത്തിന് TMT നെഗറ്റീവാണ്, ECG നോർമലാണ്. എത്ര നടന്നാലും ഒരു സിംറ്റംസ് അദ്ദേഹത്തിനില്ല. ഇങ്ങനെയുള്ള 100,000 കേസുകൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ലോകത്തിന് എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നിർദ്ദേശം കൊടുക്കുന്നത് എല്ലാ കാർഡിയോളജി കോൺഫറൻസിലും എല്ലാ വേദികളിലും എല്ലാ ഹൃദ്രോഗ വിദഗ്ധന്മാരും സമ്മതിക്കുന്നുണ്ട്. ഇന്നൊരാൾ ഓടി വന്നാൽ അദ്ദേഹത്തിന് ഹാർട്ടിന് 2-3 ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ഓപ്പറേഷൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതില്ല. എ ഫെയർ ട്രയൽ വിത്ത് തെറാപ്പറ്റിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആൻഡ് ഇൻറ്റൻസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അത് പരാജയപ്പെട്ടാൽ മാത്രമേ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇന്നത്തെ അറിവ്. മനസ്സിലായില്ലേ? അല്ലാതെ വന്നുടനെ തന്നെ ഇന്ന് അഡ്മിഷൻ, നാളെ ആൻജിയോഗ്രാം, മറ്റന്നാൾ ഓപ്പറേഷൻ, അത് രോഗികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്നുള്ളതാണ് ഇന്നത്തെ അറിവ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാർഡിയോളജി പ്രാക്ടീസ് 40 കൊല്ലമായി.
ആദ്യത്തെ 25 കൊല്ലക്കാലം ഓരോ കൊല്ലവും 1000 പേർക്കെങ്കിലും ആൻജിയോപ്ലാസ്റ്റിയോ ഓപ്പറേഷനോ വേണമെന്ന് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ക്ഷീണമോ എന്തെങ്കിലും ഉറക്കം തൂങ്ങുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ റൂമിലോട്ട് പോവുക എന്ന് പറഞ്ഞ് ഇവിടെ അനങ്ങാതെ ഇരുന്ന് കഴിയുമ്പോൾ പലർക്കും തലയിറങ്ങി ബോധക്കെട്ട് വീഴാറുണ്ട്. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ റൂമിലോട്ട് പോകുന്നതാണ് നല്ലത്, ഇവിടെ ബോധം കെട്ട് വീഴാതെ. ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? 40 കൊല്ലമായി. അതിൽ ആദ്യത്തെ 25 കൊല്ലക്കാലം ഞാൻ ഓരോ കൊല്ലവും 1000 പേർക്കെങ്കിലും ഓപ്പറേഷൻ ബൈപ്പാസ് ഇല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നിർദ്ദേശിക്കുമായിരുന്നു. അങ്ങനെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ 500 പേര് ഉടനെ തന്നെ അതിന് പോകും. 500 പേരെങ്കിലും എൻ്റെ അടുത്ത് പറയും, സാറേ എൻ്റെ അടുത്ത് പൈസയില്ല, എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ പേടിയാണ്, എന്തായാലും എനിക്ക് ഓപ്പറേഷൻ വേണ്ട, സാറെന്തെങ്കിലും എഴുതി തന്നാൽ മതി, സാറ് പറഞ്ഞതുപോലെ ഞാൻ നടക്കാം, അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പകുതി പേര് ഓപ്പറേഷന് പോകും, പകുതി പേര് പോകില്ല. 25 കൊല്ലം കഴിഞ്ഞ് അത് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ഉടനെ ഓപ്പറേഷനിൽ പോയതിൽ ഭൂരിപക്ഷ ആളുകളും മരണപ്പെട്ടിരിക്കുന്നു. അതല്ല, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകളിൽ ഭൂരിപക്ഷ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. അത് നമ്മളെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ്. ഇത് തന്നെയാണ് ലോകത്തിലെ എല്ലാ ഹൃദ്രോഗ വിദഗ്ധന്മാരുടെയും ഇന്നത്തെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് രോഗികൾ വന്നാൽ ഉടനെ തന്നെ ഓപ്പറേഷൻ അയക്കാറില്ല. എല്ലാവർക്കും ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, വ്യായാമം ചെയ്ത് കൃത്യമായ ചികിത്സയൊക്കെ കൊടുത്ത് എന്നിട്ട് രോഗം വേണ്ടത്ര മാറിയില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇന്ന് ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളൂ. അന്ന് ഞാൻ ഒരു കൊല്ലത്തിൽ 1000 പേർക്ക് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ഇന്നൊരു 5-10 പേർക്ക് മാത്രമേ നിർദ്ദേശിക്കാറുള്ളൂ. അത് മതിയാവുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരെയും തന്നെ ഓപ്പറേഷനില്ലാതെ വേണ്ടത്ര സുഖപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജിലുള്ള കാലത്ത് രാവിലെ റൗണ്ട്സിന് പോകുമ്പോൾ എനിക്ക് കാണാം ഒരു കൂട്ടം രോഗികൾ, ഒരുപാട് രോഗികൾ കിടക്കുന്നത്. അവർ ആൻജിയോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്, പ്രഗത്ഭരായ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷനോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്തില്ലെങ്കിൽ കുറച്ച് ദിവസമേ ജീവിക്കുള്ളൂ, മരണം ഉടനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ അവർക്കൊണ്ട് യാതൊരു സാധ്യതയില്ല, അവരുടെ അടുത്ത് പണമില്ല, അവർക്ക് വേണ്ട ഓപ്പറേഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക? മരണവും മുന്നിൽ കണ്ട് നിസ്സഹായരായി കഴിയുന്ന ഒരു കൂട്ടം രോഗികൾ. ആ കാലത്ത് ഞാൻ രാവിലെ പോയി റൗണ്ട്സിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, ആർക്കും സുഖമില്ലെന്ന് പറയും. ഞാനും നിസ്സഹായനായി, അവരും നിസ്സഹായരായി കഴിയുന്നൊരു അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള രോഗികളെ സഹായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ ഒരു സെക്ഷൻ നിസ്സഹായരായി കഴിഞ്ഞിരുന്ന, ഏത് നിമിഷവും മരണം സംഭവിക്കുമെന്ന് വിചാരിച്ച് കഴിയുന്ന ഒരു കൂട്ടം ആളുകളെ സഹായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവരെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ അടുത്ത് വരും ആളുകൾ ഹാർട്ടും കയ്യിൽ പിടിച്ചിട്ടാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ നടന്നാൽ വീണ് പൊട്ടിപ്പോകും എന്നുള്ള വിചാരമാണ്. അങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്, അനങ്ങരുത്, മരുന്ന് കഴിക്കണം, പിന്നെ ഉടനെ തന്നെ ഓപ്പറേഷൻ വേണം, ഓപ്പറേഷന് മുമ്പ് അനങ്ങിയാൽ കുഴപ്പമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. അപ്പോൾ ഇയാളെന്താ അനങ്ങുമ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അനങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വീണ് പൊട്ടിപ്പോകുന്നു. അങ്ങനെ വരുന്ന ആളുകളെ 10 ദിവസം കൊണ്ട് അരമണിക്കൂർ നടക്കാനും ഓടാനും പ്രാപ്തരാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാസ്തവം. ഈ 10 ദിവസം ഞങ്ങളിവിടെ കിടത്തുന്നത് നിങ്ങൾക്ക് ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് പുതിയ മരുന്നുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ 10 ദിവസത്തിനിടയിൽ നിങ്ങൾക്ക് ഒന്ന് ഭക്ഷണ രീതിയിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തും. 1 തൂക്കം കുറക്കാനുള്ള ഭക്ഷണം, 2 കൊഴുപ്പില്ലാത്ത ഭക്ഷണം, 3 ഉപ്പ് കുറഞ്ഞ ഭക്ഷണം, 4 ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അടങ്ങിയ ഭക്ഷണം. ഭക്ഷണത്തിലുള്ള നിയന്ത്രണം ഇതാണ്. അടുത്തത്, നിങ്ങൾക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ കേട്ടോ. ഓക്കെ. രണ്ടാമത് വ്യായാമം. അടഞ്ഞുപോയ രക്തക്കൊഴലുകൾ തുറന്നു കിട്ടണമെങ്കിൽ വ്യായാമം അത്യാവശ്യമാണ്. തൂക്കം കുറയുക മാത്രമല്ല, വ്യായാമം എല്ലാ രോഗികൾക്കും ഒരുപോലെ ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച്
അദ്ദേഹത്തിൻ്റെ പ്രായം അനുസരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ മുട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, അതിൻ്റെ രോഗത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് ഓരോ ആൾക്കും വ്യത്യസ്തമായിട്ടുള്ള വ്യായാമമാണ്. അതിനാണ് നിങ്ങൾ TMT ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വ്യായാമം ചെയ്യിക്കാൻ സാധിക്കും, നിങ്ങളെക്കൊണ്ട് എത്ര ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച് അതാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കുക. തുടക്കത്തിൽ മെല്ലെ തുടങ്ങി പിന്നെ ബിൽഡപ്പ് ചെയ്യാണ്. അല്ലാതെ 50 വയസ്സ് വരെ ഒട്ടും വ്യായാമം ചെയ്യാതെ ഒരാൾ അടുത്ത ദിവസം മുതൽ 1 മണിക്കൂർ വ്യായാമം ചെയ്താൽ 2 ദിവസം കഴിയുമ്പോൾ അയാൾ കിടപ്പിലാവും. സാധാരണയത് നിങ്ങൾ വ്യായാമം പഠിച്ച് അതിങ്ങനെ കൂടുതലാക്കി കൊണ്ടുവരണം. മനസ്സിലായില്ലേ? മൂന്നാമതായിട്ട് നമ്മളിവിടെ ഹൃദ്രോഗത്തിന് ഫലപ്രദമായ ചില യോഗാസനങ്ങളുണ്ട്. എല്ലാ യോഗാസനങ്ങളും ഹൃദ്രോഗത്തിന് ഫലപ്രദമല്ല, ചിലതൊക്കെ ദോഷകരമാണ്. അതുകൊണ്ട് ഒരു യോഗാസനം മാത്രം അറിയുന്ന ഒരു ടീച്ചറെ അടുത്ത് പോയി യോഗാസനം നടത്തിയാൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കും. ഹൃദ്രോഗത്തിന് ഏത് യോഗാസനമാണ് ഏറ്റവും നല്ലത് എന്നുള്ള അറിവുള്ള ട്രെയിനറെ കൊണ്ട് മാത്രം ട്രെയിനിങ് എടുത്ത് ആ യോഗാസനം പ്രാക്ടീസ് ചെയ്യണം. പുകയിലയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിർത്തുക, മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കുക. മനസ്സിലായില്ലേ? ഇതിത്ര ചെയ്ത് തൂക്കമൊക്കെ കുറച്ച്, പിന്നെ പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക, ഹാർട്ട് ബീറ്റ് എത്ര വേണമെന്നുള്ളത് നിശ്ചയിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യുക. മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അതിനാണ് ഞങ്ങൾ കൗൺസിലിങ്ങും ട്രെയിനിങ്ങും വെക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയാൽ അടഞ്ഞുപോയ രക്തക്കുഴൽ തുറന്നു കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഇത് ധാരാളം രോഗികൾക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ബൈപ്പാസ് ഓപ്പറേഷനും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടത്ര പ്രയോജനങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് 4 പ്രഗത്ഭരായ വ്യക്തികൾ വിദേശത്ത് പോയി ആൻജിയോഗ്രാം എടുത്തു. 4 പേരെടുത്തും അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു 3-4 ബ്ലോക്കുകളുണ്ട്, ബൈപ്പാസ് ഓപ്പറേഷൻ ഉടനെ വേണമെന്ന്. അന്ന് വിദേശത്ത് ബൈപ്പാസ് ഓപ്പറേഷന് 20 ലക്ഷം രൂപയാണ്. ഈ 2 പേര് രാഷ്ട്രീയക്കാരായിരുന്നു. ഒരാൾ മുൻ മന്ത്രി, ഒരാൾ മുൻ MLA. രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കുന്നത് നമ്മളാണ്. നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്ത ടാക്സിൻ്റെ പൈസയാണ് രാഷ്ട്രീയക്കാർ തിന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിന് ചിലവില്ല ഓപ്പറേഷൻ. അപ്പോൾ അവർ പറയുന്നതിന് മുമ്പ് തന്നെ സമ്മതിച്ചു. അവർ കയ്യിൽ നിന്നൊന്നും പോകണില്ലല്ലോ, ഫ്രീ ആയി കിട്ടണല്ലേ, റെഡി എന്ന് പറഞ്ഞിട്ട്. മറ്റത് 2 ഡോക്ടർമാരായിരുന്നു, അവരല്പം പിശുക്കന്മാരുമായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരാം. മനസ്സിലായില്ലേ? അങ്ങനെ ഈ 2 രാഷ്ട്രീയക്കാരവിടെ നിന്നു. ഡോക്ടർമാർ നാട്ടിൽ വന്നു. ഡോക്ടർമാർ ഭക്ഷണം കുറച്ചു, കൊഴുപ്പുള്ള ഭക്ഷണം നിർത്തി, നടക്കാൻ തുടങ്ങി, സിഗരറ്റ് വലി നിർത്തി, ആ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തി, പിന്നെ പ്രഷർ, ഹാർട്ട്, കൊളസ്ട്രോൾ ഇതിൻ്റെയൊക്കെ മരുന്നുകളൊക്കെ കഴിച്ച് കൺട്രോളാക്കി. മറ്റവർ 2 പേരും ഓപ്പറേഷൻ ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി. ഈ ഡോക്ടർമാരെ കണ്ടു. ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെന്ത് മണ്ടത്തരാണ് ചെയ്തത്? ഇതാ ഞങ്ങൾക്ക് നാളെ മുതൽ ബിരിയാണിയൊക്കെ കഴിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളിതാ ഇപ്പോഴും പുല്ല് തിന്ന് നടക്കണേല്ലേ എന്ന്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്തവ 2-ൽ ഒരാൾ 10 വർഷം ആവുന്നതിന് മുമ്പ് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അയാളുടെ ഹാർട്ട് കാഷ്വാലിറ്റിയിൽ വെച്ച് നിന്നുപോയി. ഞങ്ങൾ കറണ്ടൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി. 24 മണിക്കൂർ വെന്റിലേറ്ററിലായിരുന്നു. 10 ദിവസമായപ്പോൾ സുഖമായി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും നിങ്ങളുടെ പാർട്ടിക്കാരും നിങ്ങളുടെ അടുത്ത് വന്ന് പറയും മദ്രാസിൽ വലിയ ഡോക്ടറെ കാണിക്കണം, നമുക്ക് അവിടെ പോകണമെന്ന്. പോകരുത്, പോയാൽ അപകടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഡോക്ടറല്ലേ എനിക്ക് രണ്ടാമതൊരു ജീവൻ തന്നത്, എൻ്റെ ഹാർട്ട് നിന്നു പോയതല്ലേ, കറണ്ട് തന്നിട്ട് എനിക്കൊരു രണ്ടാമത്തെ ജീവൻ തന്നതല്ലേ, അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞാൽ ഞാൻ അത് തന്നെ കേൾക്കുള്ളൂ, വേറൊന്നും ആര് പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വിട്ട്. ഈ ഗേറ്റ് കടന്നാലുണ്ടല്ലോ ദൈവത്തിനെ മറക്കും. ഗേറ്റ് കടക്കുന്നവരെ ഉണ്ട് അവിടെ ദൈവം, അതിനുശേഷം പിന്നെ ദൈവത്തിനെ ഓർക്കില്ല. 10 ദിവസം കഴിഞ്ഞാൽ ഡോക്ടർ പേര് പോലും മറക്കും. അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോയി. ഇങ്ങനെ പറഞ്ഞു പോയ രോഗി ഡോക്ടർ എന്ത് പറഞ്ഞാലും കേൾക്കും, ഡോക്ടറാണ് എനിക്ക് രണ്ടാമത് ജീവൻ തന്നതെന്ന് പറഞ്ഞ ആൾ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് മദ്രാസിൽ വൈകുന്നേരം 7 മണിക്ക് എത്തി. അവിടെ
ആശുപത്രിയിൽ പോയാൽ ആ സമയത്ത് കാഷ്വാലിറ്റിയിൽ ആരാ ഉണ്ടാകുക? ഒരു MBBS പഠിച്ച ജൂനിയർ ബോയ്. അവനെന്തെങ്കിലും വിവരം ഉണ്ടാവുമോ? അവൻ ഇയാളെ കാണുമ്പോൾ ഇയാൾക്ക് സുഖമായിരിക്കണം, കുഴപ്പമൊന്നുമില്ല. അഡ്മിഷൻ എഴുതി കൊടുത്തു. അയാൾ നടന്ന് കയറി 2 നില. അയാളും വിചാരിച്ചു അയാൾ സൂപ്പർമാനാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എല്ലാ സുഖം മാറിയിരിക്കുകയല്ലേ. 2ാമത്തെ നിലയിലെത്തിയപ്പോൾ നെഞ്ഞുവേദന ഉണ്ടായി. ICUവിൽ കിടത്തി. അടുത്ത ദിവസം രാവിലെ ആൻജിയോഗ്രാം എടുത്തു. അടുത്ത ദിവസം രാവിലെ ഓപ്പറേഷൻ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അയാളുടെ ഓപ്പറേഷൻ ചെയ്ത് അപകടമാണ്, ചെയ്യിക്കരുതെന്ന്. ടേബിളിൽ വെച്ചിട്ട് മരണമടഞ്ഞു. തീർന്നു. പറഞ്ഞതുപോലെ തന്നെ പോയാൽ അപകടമാണ്, പറഞ്ഞതുപോലെ തന്നെ ടേബിളിൽ വെച്ചിട്ട് മരണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ മകൻ ഇവിടെ വന്നു. സാറേ, ഒന്ന് ഈ പേപ്പർ ഒന്ന് ഒപ്പിട്ട് തരണം. ഞാൻ ചോദിച്ചു, എന്താ മോനെ? അല്ല, ഇത് ഇൻഷുറൻസിൻ്റെ കടലാസാ. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി തരാം. അതിൽ നിങ്ങൾ പോയാൽ ചത്തുപോകുന്നും പോകരുതെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. അല്ലാതെ നിങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ചികിത്സിക്കണമെന്ന് ഞാൻ എഴുതി തരൂല. അതല്ലല്ലോ ഞാൻ പറഞ്ഞതെന്ന്. അവന് വേണ്ടിയിരുന്നത് ഞാൻ നിർദ്ദേശിച്ചിട്ടാണ് അവരവിടെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യിച്ചെന്ന് പറഞ്ഞു. അതെങ്ങനെ ഞാൻ എഴുതി കൊടുക്കുക? നോണയല്ലേ അത്? അപ്പോൾ അവന് മനസ്സിലായി ഞാൻ എഴുതിയാൽ അവന് പൈസ കിട്ടൂല. അപ്പോൾ അവൻ വേറെ പോയിട്ട് വേറെ ആരുടെ അടുത്ത് എഴുതി മേടിച്ചിട്ട് അവൻ പൈസ മേടിച്ചു. പൈസ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റത് സർക്കാർ കൊടുക്കുന്നുണ്ട്, ഈ ഇൻഷുറൻസിന് കാശ് പോക്കറ്റിലാണ്. നമ്മളെ രാഷ്ട്രീയക്കാർ അങ്ങനെയാണല്ലോ ഇന്ന്. 2 സൈഡിൽ നിന്ന് 3 സൈഡിൽ നിന്ന്. കിരൺ ബേദി എന്ന് പറയുന്ന മഹാറാണി ഉണ്ടല്ലോ, കേട്ടിട്ടില്ലേ? കിരൺ ബേദി എന്ന് പറയുന്ന മഹാറാണി, വലിയ പോലീസുകാരി. അവരൊരു മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ 4 സൈഡിൽ നിന്നാണ് പൈസ മേടിക്കുക. ഇത്ര 4 മീറ്റിംഗ് ഇവിടെ ഉണ്ടെങ്കിൽ കോഴിക്കോട് 4 നിന്നും ടിക്കറ്റിൻ്റെ കാശ് മേടിക്കും. അത് ഏതാ? എക്സിക്യൂട്ടീവ് ക്ലാസ്സിനാണ് കാശ് മേടിക്കുക. അവർ ട്രാവൽ ചെയ്യുന്നതോ ഇക്കോണമിയിൽ. അപ്പോൾ 12 ഇരട്ടി കാശാണ് മേടിക്കണേ. ഈ അണ്ണാ ഹസാറിൻ്റെ കൂടെ നിന്നിട്ട് സത്യവതിയാണെന്ന് നടിക്കുന്ന കിരൺ ബേദി 12 ഇരട്ടി കാശ് നാട്ടുകാരുടെ നിന്ന് മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ പോലെ തന്നെയാണ് നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ. അപ്പോൾ ഇത് 2 സൈഡിൽ നിന്ന് കാശ് മേടിക്കാനാണ് എൻ്റെ അടുത്ത് ഇൻഷുറൻസിൻ്റെ കടലാസ് ഒപ്പിക്കാൻ വന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെ കഴിഞ്ഞു. 2ാമത്തെ ആളും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് എത്ര ഇതായിട്ടും അദ്ദേഹത്തിന് അസുഖം കുറയുന്നുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നുള്ളത് പോലുള്ള ചികിത്സാ രീതികളോ മരുന്നുകളോ അറിവോ ഉണ്ടായിരുന്നില്ല. ആ കാലമാണ് 10-16 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കോയമ്പത്തൂർ പോയിട്ട് ഒരു ആൻജിയോഗ്രാം എടുത്തിട്ട് വാ, നിങ്ങൾക്ക് ഏതായാലും ഇവിടുന്ന് അസുഖം മാറുന്നില്ലല്ലോ. അദ്ദേഹം കോയമ്പത്തൂർ പോയി, അവർ ആൻജിയോഗ്രാം എടുത്തു, ഓപ്പറേഷൻ ചെയ്തു. അയാളും ടേബിളിൽ വെച്ചിട്ട് മരണമടഞ്ഞു. അങ്ങനെ ഈ 2 ഓപ്പറേഷൻ ചെയ്ത് വന്ന ആളുകൾ 10 കൊല്ലം കഴിയുന്നതിന് മുമ്പ് ടേബിളിൽ മടഞ്ഞു. പക്ഷേ ആ 2 ഡോക്ടർമാർ അവിടുന്ന് ഓടി വന്നില്ലേ, അവരിപ്പോഴും കോഴിക്കോട് പട്ടണത്തിൽ ഓടി നടക്കുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെയുള്ള 100,000 ഉദാഹരണങ്ങളുണ്ട്. രക്ഷപ്പെട്ട് വന്ന ആളുകൾ, ഓപ്പറേഷൻ നിർദ്ദേശിച്ച് ചെയ്യിക്കാതെ വന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഇന്ന് ജീവനോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രോഗികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ ഓപ്പറേഷൻ വേണമെന്ന് ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയാറില്ല. ബാക്കിയുള്ള എല്ലാ ചികിത്സാ രീതികളും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെയുള്ളവരെ അയക്കും. അതുകൊണ്ട് ഇന്നത്തെ നിർദ്ദേശം, ഹാർട്ടിലോട്ട് പോകുന്ന രക്തക്കുഴലുകൾ അടഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓടിപ്പോയി ഓപ്പറേഷൻ ചെയ്യിക്കേണ്ടതില്ല. അതിന് പകരം ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, വ്യായാമം ചെയ്ത്, പുകയിലയുടെ ഉപയോഗം നിർത്തി, മദ്യം നിയന്ത്രിച്ച്, പ്രഷർ കൺട്രോൾ ചെയ്ത്, ഷുഗർ കൺട്രോൾ ചെയ്ത്, ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്ത്, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത്, മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ അത് മറികടന്ന് മുന്നോട്ട് നീങ്ങിയാൽ അടഞ്ഞു പോയ രക്തക്കുഴലുകൾ തുറന്നു കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വിശ്വാസം. ഏതെങ്കിലും ഒരു ഡോക്ടറോ ഒരാശുപത്രിയിലോ നിങ്ങളടുത്ത് 2, 3, 4 രക്തക്കുഴലുകൾ അടഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളൊരു ഡെത്ത് വാറണ്ടായിട്ട് കണക്കാക്കേണ്ടതില്ല. അത് നിങ്ങൾക്കൊരു സൂചന, നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കൃത്യമായ ചികിത്സ എടുക്കാനുള്ള ഒരു സൂചനയാണ് അതെന്ന് കണക്കാക്കിയാൽ മതി. അല്ലാതെ അതൊരു മരണത്തിൻ്റെ ഒരു നോട്ടീസായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. ഇന്ന് അടഞ്ഞുപോയ രക്തക്കുഴലുകൾ തുറന്നു കിട്ടാനുള്ള ചികിത്സാ രീതികളുണ്ട്. ഹാർട്ട് അറ്റാക്ക് തടയാനുള്ള ചികിത്സാ രീതികളുണ്ട്.
അതുകൊണ്ട് മരണങ്ങൾ കുറയ്ക്കാനുള്ള ചികിത്സാ രീതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഭയത്തോടു കൂടി അയ്യോ ഏത് ദിവസവും മരണം മുന്നിലുണ്ട് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ അറിവ്. അത് തന്നെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആശിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു നടന്ന സംഭവം കൂടി പറഞ്ഞു തരാം. ഒരു 5-8 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ഹൈദരാബാദിൽ ഒരു ഓൾ ഇന്ത്യ കോൺഫറൻസിന് പോവുകയുണ്ടായി. ഇന്ത്യൻ അക്കാഡമി ഓഫ് എക്കോ കാർഡിയോഗ്രാഫിയുടെ ആനുവൽ കോൺഫറൻസ്. ആ കോൺഫറൻസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഗസ്റ്റ് ഓഫ് ഓണറായി വന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു തെലുഗു ഹാസ്യ നടനായിരുന്നു. അദ്ദേഹം ഹാസ്യ നടനാണ്, പേര് പറയാതിരിക്കുകയാണ്, പറഞ്ഞാൽ ഇതിൽ പേര് വേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വലിയൊരു ആക്ടറാണ്. അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ വലിയൊരു ആക്ടറാണ്. അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിച്ചത്, അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശിലെ അഡ്വൈസറായിരുന്നു, ക്യാബിനറ്റ് തസ്തികയിൽ, മിനിസ്റ്ററുടെ ലെവലാണ്, അഡ്വൈസർ ടു ദ ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശ്. അദ്ദേഹം NT രാമറാവുവിൻ്റെ ആത്മസുഹൃത്തായിരുന്നു. NT രാമറാവു പടങ്ങളിൽ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഹാസ്യ നടനായിട്ട് വന്നുകൊണ്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് NT രാമറാവുവിൻ്റെ മരുമകൻ മുഖ്യമന്ത്രി ആയപ്പോൾ അമ്മായിയപ്പൻ്റെ സുഹൃത്തിനെ ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശ് അഡ്വൈസറായി നിയമിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ ഞങ്ങളെ ഇതിന് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞങ്ങളടുത്ത് പറഞ്ഞു, ഞാനൊരു ഹാസ്യ നടനാണ്, ഇതൊരു വലിയ സയൻറ്റിഫിക് മീറ്റിംഗ് ആണ്, ഇതിന് നിങ്ങൾ എന്നെ എന്തിനു വിളിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അത് മാത്രമല്ല, ഇവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാണെന്നുള്ളതും എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്കെന്ത് പ്രസംഗിക്കണമെന്നുള്ള യാതൊരു ഐഡിയയും ഇല്ല. ഒരുപക്ഷെ നിങ്ങൾ എന്നെ വിളിച്ചത് ഞാനൊരു രോഗി ആയതുകൊണ്ടാകാം, വേറെ കാരണമൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എൻ്റെ രോഗവിവരം നിങ്ങളെ അറിയിക്കാം, ഒരുപക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, 27 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ 8ഉം 27 ഇപ്പം 35 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ബോംബെയിലൊരു ഷൂട്ടിംഗ് അസൈൻമെൻറ്റ് കഴിഞ്ഞ് ഹൈദരാബാദിലോട്ട് പോകാനായിട്ട് എയർപോർട്ടിൽ പോയപ്പോൾ നെഞ്ഞുവേദന ഉണ്ടായി. അപ്പോൾ എയർപോർട്ടിലെ ഡോക്ടർ വന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് ഹാർട്ടിൻ്റെ തകരാറാണ്, ബൈപ്പാസ് വേണ്ടി വരുമെന്ന്. 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾ ഹൈദരാബാദിൽ പോയി. അവിടുത്തെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ബൈപ്പാസ് അല്ലാതെ പറഞ്ഞ് വൃത്തിയില്ല. അങ്ങനെ അദ്ദേഹം അമേരിക്കയിലെ ക്ലീവ്ലൻഡ് ക്ലിനിക് എന്ന് പറഞ്ഞൊരു ആശുപത്രിയിൽ പോയി. ക്ലീവ്ലൻഡ് ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആശുപത്രിയാണ്, അമേരിക്കയിലൊരു ഏറ്റവും അറിയപ്പെടുന്നൊരു ആശുപത്രിയാണ്. സൗദി രാജാവ് ഖാലിദ് രാജാവിന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഒരു ബോയിങ് 747 വിമാനം, ജംബോ ജെറ്റ് വിമാനം ആശുപത്രിയായി മാറ്റിയെടുത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ഒരു ICU വാർഡ്, ഡോക്ടർമാർ, നഴ്സുമാർ, പറക്കുന്ന ആശുപത്രി, ഫ്ലൈയിങ് ഹോസ്പിറ്റൽ, അതിൽ അദ്ദേഹത്തിനെ കയറ്റി അമേരിക്ക കൊണ്ടുപോയി അവിടുന്ന് ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് ഈ ക്ലീവ്ലൻഡ് ക്ലിനിക്കിലായിരുന്നു. അതേ ആശുപത്രിയിലാണ് ഈ നമ്മുടെ ആന്ധ്രയിലെ അദ്ദേഹത്തിനെ ഓപ്പറേഷൻ ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു വന്നു സുഖമായിട്ട്. അടുത്ത 13 കൊല്ലക്കാലം യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല. 13 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും കൂടി നെഞ്ഞുവേദന ഉണ്ടായി. ആ സമയം കൊണ്ട് ഹൈദരാബാദിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ആയിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹൈദരാബാദിലെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ബൈപ്പാസൊക്കെ അടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ അടുത്ത ദിവസം അഡ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടുത്ത ദിവസം ആൻജിയോഗ്രാം എടുത്തു. അതിൻ്റെ അടുത്ത ദിവസം ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ICUവിൽ കണ്ണു തുറന്നപ്പോൾ ഒരു സൈഡിൽ മകനുണ്ട്, പിന്നെ ഒരു സൈഡിൽ ഭാര്യയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അല്ല എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നാളെ പറയാം. ഇതിലങ്ങനെ ഡോക്ടർ പോയി. അങ്ങനെ ഈ സുഹൃത്ത് പറഞ്ഞു,
അങ്ങനെ ഡോക്ടർ പോയപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെയും ഭാര്യയുടെയും മുഖത്ത് നോക്കിയപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ഡോക്ടർ വന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് അയാൾ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ബോധം കിടത്തി നെഞ്ഞിൻ്റെ എല്ല് പൊട്ടിച്ച് തുറന്നു നോക്കി ഹൃദയം പരിശോധിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾ മരണപ്പെടുമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല, തിരിച്ച് തുന്നിയിട്ട് കൊണ്ടുവന്നതാണ്, ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഐ എം വെരി സോറി, ഐ കുഡ് നോട്ട് ഓപ്പറേറ്റ് ഓൺ യു. നിങ്ങളെ ചുമ്മാ തിരിച്ചു കൊടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഹാസ്യ നടൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, 14 കൊല്ലത്തിന് മുമ്പ് എന്നെ ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ 14 8 ഇപ്പോൾ എത്രയായി 22 കൊല്ലം ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ടേബിളിൽ വെച്ചിട്ട് മരണമടയുമായിരുന്നു. ഓപ്പറേഷൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ 14 കൊല്ലക്കാലം സുഖമായിട്ട് ജീവിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ കൂടി ചെയ്തിരുന്നില്ലെങ്കിൽ ഒരു 100 കൊല്ലക്കാലം എനിക്ക് സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏതായാലും രണ്ടാമത്തത് നിർബന്ധമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തില്ല, പിന്നെ എന്നിട്ട് ഇയാൾ സുഖമായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തതും വേണമെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നില്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഇപ്പോഴും സുഖമായിട്ട് ഹൈദരാബാദിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ ഓപ്പറേഷൻ ആവശ്യമില്ലാതെ നടത്തപ്പെടുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ് ഓൺ എനിത്തിങ്. സംശയങ്ങളുമായിട്ട് വീട്ടിലോട്ട് പോകണ്ട, ഇവിടുന്ന് തന്നെ ഉള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി. മരുന്നിന് ഫലങ്ങളുണ്ടെങ്കിൽ പാർശ്വഫലങ്ങളുണ്ടാവും. പാർശ്വഫലങ്ങളില്ലാതെ മരുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് പച്ചക്കള്ളമാണ്. ഏതെങ്കിലും മരുന്നിന് ഇഫക്ട്സ് ഉണ്ടായെങ്കിൽ അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും എന്നുള്ളതാണ്. സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ ഒരു മരുന്നുമില്ല. പക്ഷേ പാർശ്വഫലങ്ങൾ ഗുണത്തേക്കാൾ കുറവായിരിക്കണം. ഗുണത്തേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ സാധാരണയായിട്ട് എല്ലാ ഡോക്ടർമാരെയും എല്ലാ പഠിക്കുന്ന കുട്ടികളെയും ഞങ്ങൾ നിർദ്ദേശിക്കുക. ഇപ്പോൾ വളരെ കൂടുതൽ ദോഷമുള്ള മരുന്ന് കഴിച്ച് കുറച്ച് ഫലമേ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മരുന്ന് കൊടുക്കാതിരിക്കണം, അങ്ങനെയുള്ള മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഞങ്ങൾ മരുന്നുകൾ ഒരുപാട് ഗുളികകൾ തരുന്നു എന്നുള്ളതിനുള്ളൊരു പരാതി. നിങ്ങൾക്ക് 6 രോഗങ്ങളുണ്ടെങ്കിൽ തൂക്കം അമിതമായിട്ടുണ്ട്, പ്രഷർ കൂടുതലാണ്, കൊളസ്ട്രോൾ കൂടുതലാണ്, ഡയബറ്റീസ് ഉണ്ട്, യൂറിക് ആസിഡ് കൂടുതലാണ്, മുട്ടുവേദനയുണ്ട്, പിന്നെ ബാക്കിയുള്ളതും 5-6 രോഗങ്ങളായി. 5-6 രോഗങ്ങളുണ്ടെങ്കിൽ ഓരോ രോഗവും കൺട്രോൾ ചെയ്യാനുള്ള മരുന്നാണ്, അല്ലാതെ ചുമ്മാ മരുന്ന് ചെയ്തതല്ല. സാധാരണ നിങ്ങൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ആൻജിയോഗ്രാം എടുത്തു, 3-4 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങളത് ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞു, നിങ്ങൾ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് 2 ഗുളിക എഴുതി തരും, ഇല്ലെങ്കിൽ 3 ഗുളിക എഴുതി തരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളെ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ആയിട്ടുണ്ടാവില്ല, നിങ്ങളെ പ്രഷർ കൺട്രോൾ ആയിട്ടുണ്ടാവില്ല, നിങ്ങളെ കൊളസ്ട്രോൾ കൺട്രോൾ ആയിട്ടുണ്ടാവില്ല, നിങ്ങളെ ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടാവില്ല, ഒന്നിനും ഒരു കൺട്രോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേദന കുറയത്തുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയി പറയും, അയ്യോ എനിക്ക് അസുഖം ഒട്ടും മാറിയിട്ടില്ല. അപ്പോൾ അയാൾ 1-2 ഗുളിക അങ്ങോട്ട് മാറ്റിത്തരും. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും പോയി പറയും അസുഖമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് അസുഖം ഈ മരുന്നുകൊണ്ട് മാറില്ല കേട്ടോ, അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ വേണമെന്ന്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങൾ സമ്മതിക്കും. 15 ദിവസം 1 മാസത്തെ ചികിത്സ കൊണ്ടിട്ട് മാറിയിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ സമ്മതിക്കും. അതാണ് സാധാരണയായിട്ട് സംഭവിക്കുക. അതെന്തുകൊണ്ടിരുന്നാൽ നിങ്ങളെ ഹാർട്ട് ബീറ്റ് കൺട്രോൾ ആയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ വേദന മാറില്ല. നിങ്ങളെ പ്രഷർ കൺട്രോൾ ആയിട്ടില്ല, നിങ്ങളെ കൊളസ്ട്രോൾ കൺട്രോൾ ആയിട്ടില്ല, നിങ്ങളെ ഷുഗർ കൺട്രോൾ ആയിട്ടില്ല, നിങ്ങളെ മാനസിക സംഘർഷം മാറിയിട്ടില്ല, ഒന്നും. അതുകൊണ്ട് ഇതിനെല്ലാത്തിനുമുള്ള മരുന്നുകൾ ഓപ്റ്റിമം ഡോസിൽ തന്നാൽ മാത്രമേ നിങ്ങൾ അസുഖം കുറയുള്ളൂ. അതവർ തരാറില്ല. അത് അറിവില്ലാത്തത് കൊണ്ടാണോ അല്ല അവർ കരുതിക്കൂട്ടിയാണോ എന്നുള്ളത് എനിക്കറിയില്ല.
പക്ഷെ അവർ തരാറില്ല കരിക്കുള്ള ചികിത്സ. ശരിക്കുള്ള ചികിത്സ തന്നു കഴിഞ്ഞാൽ 95% കൂടുതൽ ആളുകൾക്കും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ അസുഖം ഭേദപ്പെടുമെന്നുള്ളതാണ് ഇന്നത്തെ അറിവ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് 5-6 രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10-15 ഗുളിക കഴിക്കേണ്ടി വരും ഏതായാലും. ഇല്ലാതെ കൺട്രോൾ ആവില്ല ഒന്നും. വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലേ? ഇതെല്ലാം ഒരേ സമയം ഒന്നിച്ച് കഴിച്ചാൽ ഈ മരുന്നുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അങ്ങനെ ഇൻട്രാക്ഷൻ ഉള്ള മരുന്നുകളാണെങ്കിൽ ഒന്നിച്ച് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇൻട്രാക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഡോക്ടർ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇൻട്രാക്ഷൻ ഉള്ള മരുന്നുകൾ ഒരിക്കലും എഴുതി കൊടുക്കാൻ പാടില്ല. അത് ഒഴിവാക്കിയിട്ട് ഇൻട്രാക്ഷൻ ഇല്ലാതെ മരുന്നുകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സിക്കാൻ. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചില മരുന്നുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടിട്ട് ദോഷം കൂടും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇൻട്രാക്ഷനുള്ള കോമ്പിനേഷൻ കൊടുക്കാൻ പാടില്ല. ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ അമേരിക്കയിലെ ഓരോ നാട്ടിലും ഓരോ സ്ഥലത്തും ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ കുടുംബത്തിലും ഭക്ഷണ രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും അമേരിക്കക്കാരൻ എഴുതി തരുന്ന ഡയറ്റ് നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കൂല. ഡീൻ ഓണിഷിൻ്റെ ഡയറ്റല്ല ഞങ്ങളിവിടെ തരുന്നത്. ആറ്റ്കിൻസ് ഡയറ്റല്ല ഞങ്ങളിവിടെ തരുന്നത്. മെഡിറ്ററേനിയൻ ഡയറ്റല്ല ഞങ്ങളിവിടെ തരുന്നത്. ആയിരക്കണക്കിന് ഡയറ്റുകളുണ്ട്. ഓരോ നാട്ടിലും വ്യത്യസ്തമായ ഡയറ്ററി സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ഡയറ്റാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ അല്ല. ചിലർ തൂക്കം നേരത്തെ തന്നെ 16 BMI ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് തൂക്കം കുറക്കേണ്ട ഇത് മരുന്നുകളുടെ ആവശ്യമില്ല, അല്ല തൂക്കം കുറക്കേണ്ട ഡയറ്റിൻ്റെ ആവശ്യമില്ല. ചിലർ 40 BMI ആയിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഞങ്ങളെ ഇതിൽ 22 ബോഡി മാസ് ഇൻഡെക്സിൻ്റെ താഴെ കൊണ്ടുവരണമെന്നാണ്. 22 ബോഡി മാസ് ഇൻഡെക്സിൻ്റെ മുകളിൽ കയറുമ്പോൾ ഓരോ കോംപ്ലിക്കേഷൻ കൂടി വരും എന്നുള്ളതാണ്. മരണത്തിൻ്റെ ഇത് 22 ബോഡി മാസ് ഇൻഡെക്സിൽ 1 ആണെങ്കിൽ ഒരു 30 ബോഡി മാസ് ഇൻഡെക്സ് ആകുമ്പോൾ അത് 2.5 ആയിട്ട് മാറും. 2.5 ഇരട്ടിയാണ്. അപ്പം അതുകൊണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് എത്രയെന്നുള്ളത് തീരുമാനിക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ അംശങ്ങൾ വേണമെന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വേണമെന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത കാലത്ത് ഇറങ്ങിയ ലഘുലേഖയിൽ പറയുക, നിങ്ങൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ചാൽ അത് മാത്രം ഹൃദ്രോഗ മരണങ്ങൾ 20% കുറക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനൊരു പ്രശ്നമുണ്ട്. ഇതിനെല്ലാം ഈ ഇൻസെക്ടിസൈഡ്സും അടിച്ച് വരുന്ന പച്ചക്കറികളാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ ക്ലീൻ ചെയ്ത്, ഇല്ലെങ്കിൽ സ്വന്തം കോമ്പൗണ്ടിൽ തന്നെ പച്ചക്കറികൾ വളർത്തി കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അല്ലാതെ ഈ കെമിക്കൽസ് ഉള്ള പച്ചക്കറികൾ കഴിച്ചതുകൊണ്ട് വേറെ ഒരുപാട് സൈഡ് എഫക്ട്സ് അതുകൊണ്ടിട്ട് ഉണ്ടാവും. ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രൂട്ട്സ് കഴിക്കാം. അത് ഷുഗറുള്ള ആളുകൾ എല്ലാവരും ഒരുപോലെയല്ല. ചില ആളുകൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചാൽ തന്നെ ഷുഗർ കൂടിയെന്ന് വരാം. ചില ആളുകൾക്ക് ഫ്രൂട്ട്സ് എത്ര കഴിച്ചാലും ഷുഗർ കൂടുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും കഴിച്ചാലാണ് ഷുഗർ കൂടുക. അപ്പോൾ ഓരോ ആൾക്കും വ്യത്യസ്തമായിട്ട് ആ ആൾക്ക് ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സിക്കാൻ. ഫൈബർ കൂടുതലുള്ള ഫ്രൂട്ട്സാണ് നല്ലത്. പിന്നെ ഈ ഫ്രൂട്ട്സിൽ തന്നെ ഹൈ കാലറിയും ലോ കാലറിയും ഉള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സിൽ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കഴിക്കണം.